യമ്മി ആൻഡ് ക്രിസ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഏത്തപ്പഴം കൊണ്ട് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്തിയ ഒരു ഏത്തപ്പഴം നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതൊരു സ്മൂത്ത് പേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അരക്കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പാലും പഴവും നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് തരികളൊന്നും ഇല്ലാതെയാണ് അടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് 1.25 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ആഡ് ചെയ്ത് കൊടുക്കാം. അത് അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ജെലാറ്റിൻ ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാത്രത്തിൽ 1 കപ്പ് പാലെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് കട്ടകളൊന്നും കെട്ടാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ജെലാറ്റിൻ കൂടി ചേർത്ത് കൊടുക്കാം. ഈ ജെലാറ്റിനും ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിതിൽ ജെലാറ്റിനും കോൺഫ്ലോറും കസ്റ്റാർഡും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കാം. അതായത് ഒരു സെമി തിക്ക് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇതിവിടെ ഒരു സെമി തിക്ക് പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിരുന്ന ബനാന മിക്സ്, ഏത്തപ്പഴത്തിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ സ്ട്രോബെറി സിറപ്പും ഒരു ഫ്ലേവറിന് വേണ്ടി വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ പുഡിങ്ങിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ട്രേ ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ് ട്രേയിലേക്ക് പുഡിംഗ് മിക്സ് മൊത്തത്തിൽ മാറ്റാം. അപ്പോൾ ഞാനിത് ഇതിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉണക്കമുന്തിരിങ്ങ കൂടി ചേർത്ത് അലങ്കരിച്ചെടുക്കാം. ഇനി ഇത് 5 മണിക്കൂർ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പുഡിംഗ് ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് സ്ട്രോബെറി സിറപ്പ് കൂടി അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.